ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി മാങ്ങ കൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ ഒരു വിധം പഴുത്ത മാങ്ങ വെച്ചിട്ട് ഞാനൊരു മാമ്പഴ പുളിശ്ശേരി അല്ലെങ്കിൽ മാങ്ങ കറി, മധുരമുള്ള മാങ്ങ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 3 മാങ്ങ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട്. മൺചട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും സ്വല്പം വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുക അടച്ച്. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി മതി, അധികം വേണ്ട. പിന്നെ 2-3 ഉള്ളി, ചെറിയ ഉള്ളിയും ചുമന്നുള്ളി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുക. അതിനുശേഷം കുറച്ച് ചെറുജീരകൂലി അതും ഇട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിലെടുക്കുക. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അരച്ചിപ്പം മാവില്ലേ, അരപ്പില്ലേ, ആ അരപ്പ് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വേണ്ട ഉപ്പും മധുരവും ഒക്കെ എല്ലാം കറക്റ്റാണ് നോക്കുക. മധുരത്തിന് വേണമെങ്കിൽ സ്വല്പം പഞ്ചസാര യൂസ് ചെയ്യട്ടെ. ഞാൻ പഞ്ചസാരയാണ് കുറച്ച് ഇടുന്നത്. ബാക്കി അരപ്പിൻ്റെ ഇത്തിരി വെള്ളം നമ്മളത് ഒഴിച്ച് ആ വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റ് അതായത് അധികം ലൂസ് ആവരുത്, കുറച്ച് കുറുങ്ങി, അത് ഓരോരുത്തർക്കും പല ടേസ്റ്റാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് അരപ്പൊന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. അത് തീ ഓഫ് ചെയ്ത് ഒന്ന് ആറിയ ശേഷം നല്ല കട്ടിത്തൈര്, കുറച്ച് പുളിയുള്ള, അധികം പുളി വരണ്ട, കുറച്ച് പുളിയുള്ള കട്ടിത്തൈര് ഒഴിക്കുക. അതിനുശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം കറക്റ്റാന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, താളിക്കണം നോർമൽ പോലെ. കടുകും നമ്മുടെ ചെറിയ ഉള്ളി, ചുമന്ന ഉള്ളി വട്ടത്തിലരിഞ്ഞതും, പിന്നെ കറിവേപ്പിലയും കുറച്ച് നമ്മുടെ ഉണക്കമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്, റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ മാങ്ങാക്കറിയിലേക്ക് ഇടുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇളക്കി വെച്ച് നമ്മൾ കഴിക്കാറാകുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നല്ല മാമ്പഴ സീസണിൽ ട്രൈ ചെയ്യുക.